നമസ്കാരം. എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്ക് വളരെ രുചികരമായിട്ടുള്ള ഒരു 4 മണി പലഹാരം തയ്യാറാക്കിയെടുക്കാം. ചായയോടൊപ്പമൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. അപ്പോൾ ഞാനിത് തയ്യാറാക്കുന്നത് തൈരും അരിപ്പൊടിയും ഉപയോഗിച്ചിട്ടാണ്. ഇത് തൈര് മുറുക്കെന്നാണ് പറയുന്നത്. എന്നാൽ നമ്മുടെ മുറുക്ക് പോലെ അത്ര ക്രിസ്പി ആയിട്ടല്ല. അതിൻ്റെ പുറം ഭാഗം നല്ല ക്രിസ്പി ആയിരിക്കും, എന്നാൽ ഉൾവശം നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കും. അങ്ങനെ ഒരു സ്നാക്കാണിത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ്, കുറച്ച് മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് ജീരകം, ഒരിത്തിരി പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് അതിൽ ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരിത്തിരി കായപ്പൊടി ചേർക്കാം, അതും വേറൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇത് ഞാനിപ്പോൾ കായപ്പൊടി ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഒരിത്തിരി കായപ്പൊടി ചേർക്കാം. അപ്പോൾ ഇതിലേക്ക് 1 കപ്പ് തൈര് ചേർക്കുകയാണ്. 1 കപ്പ് തൈരും ഒരിത്തിരി വെള്ളം കൂടി ചേർത്തിട്ട് ഇതിലേക്ക് ഒഴിക്കുകയാണ്. ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഉപ്പുണ്ടോ എന്നൊന്ന് നോക്കണം. ഉപ്പ് കുറവായിട്ട് തോന്നുവാണെങ്കിൽ ഈ സമയത്ത് ഇത്തിരി ചേർത്ത് കൊടുക്കണം. അതിനുശേഷം ഇത് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ നിങ്ങൾ വിചാരിക്കും തൈര് തിളപ്പിക്കുകയാണെങ്കിൽ പിരിഞ്ഞു പോകുമെന്ന്. അത് കുഴപ്പമില്ല. ഈ റെസിപ്പിക്ക് തൈര് നന്നായി തിളച്ചിട്ടായിരിക്കണം എടുക്കേണ്ടത്. ഇതിനി നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം. തൈരിപ്പോൾ ചൂടായി വരുന്നുണ്ട്. ഇത് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് 1 കപ്പ് അരിപ്പൊടി ചേർക്കണം. നിങ്ങൾ ഈ തൈര് അളന്നിട്ടുള്ള അതേ കപ്പിൽ തന്നെ, അതേ അളവ് കപ്പിൽ തന്നെ 1 കപ്പ് അരിപ്പൊടിയാണ് ചേർക്കേണ്ടത്. നമ്മൾ ഇടിയപ്പത്തിനൊക്കെ ഉപയോഗിക്കുന്ന നല്ല നൈസായിട്ടുള്ള അരിപ്പൊടിയില്ലേ, ആ അരിപ്പൊടിയാണ് ഉപയോഗിക്കേണ്ടത്. അത് വറുത്തിട്ട് ഉപയോഗിക്കാം, അതല്ലെങ്കിൽ പച്ചയായിട്ടുള്ള പൊടി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഇതിപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് അരിപ്പൊടി ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് അരിപ്പൊടി ചേർക്കാം. ഈ അരിപ്പൊടി ചേർത്തതിന് ശേഷം ഇത് ഇളക്കരുത്. അപ്പോൾ അതിന് ശേഷം ഒരു അടപ്പ് ഉപയോഗിച്ച് ഇതൊന്ന് മൂടി വെച്ച് ഒരു 2-3 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ചെറിയ തീ ഇട്ടിട്ട് വേണം വേവിക്കാൻ. അതിന് ശേഷമാണ് നമ്മളിത് മിക്സ് ചെയ്യുന്നത്. ഇപ്പോൾ ഇത് വേകുവാൻ വെച്ചിട്ടൊരു 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഈ മൂടി മാറ്റിയതിന് ശേഷം ഇതൊന്ന് ഇളക്കിയെടുക്കാം. ഈ മാവിൻ്റെ ചൂടൊന്ന് കുറയുന്ന സമയത്ത് ഇത് കൈ കൊണ്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. കയ്യിലൊരല്പം വെള്ളമോ മറ്റോ ഒന്ന് പുരട്ടിയതിന് ശേഷം മിക്സ് ചെയ്തെടുത്താൽ മതി. അതല്ലെങ്കിൽ ഒരിത്തിരി എണ്ണ വേണമെങ്കിലും പുരട്ടാം. ഈ മാവ് ഇത്തിരി കട്ടിയായെന്ന് തോന്നുവാണെങ്കിൽ ഒരിത്തിരി ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചതിന് ശേഷം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒത്തിരി ചൂടുവെള്ളം ഒഴിക്കരുത്, ഒന്ന് കുടഞ്ഞതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ കാരണം നമ്മളിപ്പോൾ പറഞ്ഞിരിക്കുന്ന അളവിൽ അരിപ്പൊടി എടുക്കുന്ന സമയത്ത് എല്ലാ അരിപ്പൊടിയും ആ പറഞ്ഞ അളവിൽ ചിലപ്പോൾ കറക്റ്റായി വരണം എന്നില്ല. അതായത് 1 കപ്പിന് തൈരിന് 1 കപ്പ് അരിപ്പൊടി എന്ന് പറയുന്ന സമയത്ത് ചിലപ്പോൾ ചില അരിപ്പൊടി പെട്ടെന്ന് ഏറി വരും. അതായത് ചൂടുവെള്ളം ഒഴിച്ച് കഴിയുന്ന സമയത്ത്
ഈ 1 കപ്പ് സാധാരണ അരിപ്പൊടി എടുക്കുന്നത് പോലെ ആയിരിക്കില്ല, കുറച്ച് കൂടുതലായിട്ട് അത് വെന്ത് ഏറി വരും. അപ്പോൾ അത് കാരണം ചിലപ്പോൾ നിങ്ങൾ എടുക്കുന്ന അരിപ്പൊടിയിൽ വെച്ചിട്ട് ഈ പറഞ്ഞിരിക്കുന്ന അളവിൽ ചിലപ്പോൾ വ്യത്യാസം വരാം. അതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിട്ടാണ് ഈ മാവെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് ഇത്തിരി ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇതിങ്ങനെ നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല മയമുള്ള ഒരു മാവാക്കി മാറ്റണം. മാവ് നന്നായിട്ട് കുഴച്ചെടുത്തതിന് ശേഷം അത് ഇതുപോലെ ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ റിംഗ് മുറുക്കിൻ്റെ രൂപത്തിൽ ഇത് മാറ്റിയെടുക്കുന്നത്. ഇതുപോലെ ചപ്പാത്തി പലകയുടെ അല്ലെങ്കിൽ ഒരു ബോർഡിൻ്റെ ഒക്കെ മുകളിൽ വെച്ചിട്ട് ഇതുപോലെ നമുക്ക് ഉരുട്ടിയെടുക്കാം. തീരെ ചെറുതായിട്ട് വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം, അതല്ല ഇത്തിരി വലിപ്പത്തിൽ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കാം. അപ്പോൾ ഇതുപോലെ വേണമെങ്കിൽ ഈ ഒരു കനത്തിൽ ആക്കിയെടുക്കാം, അതല്ലെങ്കിൽ തീരെ ചെറുതായിട്ട് വേണമെങ്കിലും ആക്കിയെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ അല്ലെങ്കിൽ ഇഷ്ടമുള്ള വലുപ്പത്തിൽ ഇത് ഉരുട്ടിയെടുക്കാം. ഇനി ഇത് കട്ട് ചെയ്തതിന് ശേഷം റിങ്ങിൻ്റെ ആകൃതിയിൽ മടക്കിയെടുക്കണം. ആ മാവ് ഞാൻ 2ആയിട്ട് മുറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്നുകൂടെ ഒന്ന് കനം കുറച്ചതിന് ശേഷം നമുക്ക് റിങ്ങിൻ്റെ ഷേപ്പിൽ മടക്കിയെടുക്കാം. ഇതുപോലെ ചുറ്റിച്ച് കൊണ്ടുവന്നതിന് ശേഷം ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി. ഇതുപോലെ റിംഗ് ഷേപ്പിലാക്കിയെടുക്കാം. ബാക്കിയിരിക്കുന്ന മാവ് നമുക്ക് ഈ റിങ് പോലെ ഉണ്ടാക്കിയെടുക്കാം. ഇനി ഇത് നമുക്ക് വറുത്തെടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. തീ കുറച്ചിട്ടതിന് ശേഷം നമുക്കിതിട്ട് വറുത്തെടുക്കാം. ഇതൊരു ലൈറ്റ് ബ്രൗൺ നിറമാകുന്ന സമയത്ത് എണ്ണയിൽ നിന്ന് മാറ്റാം. നിങ്ങളിത് തയ്യാറാക്കുന്ന സമയത്ത് തൈര് കുറച്ച് പുളി കുറവുള്ളത് എടുത്താൽ നല്ലതാണ്. കാരണം എല്ലാവർക്കും ഒരുപാട് പുളി വരുന്നത് ഇഷ്ടമല്ലായിരിക്കുമല്ലോ. അതുകൊണ്ട് പുളി കുറഞ്ഞ തൈരാണെങ്കിൽ നല്ലതാണ്. ഇത് ഉണ്ടാക്കിയെടുക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ കുറച്ച് പുളിയായിട്ട് തോന്നും. അതുകൊണ്ട് പുളി കുറഞ്ഞിട്ടുള്ള തൈരിൽ വേണം ഇതുണ്ടാക്കാൻ. ഒരു മീഡിയം രീതിയിൽ തീയിടുക. ഇനി ഇത് നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒരു ലൈറ്റ് ബ്രൗൺ നിറമൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും മതിയാകും. ഇതിൻ്റെ ആ ബബിൾസൊക്കെ ഒന്ന് അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയമാകുമ്പോൾ നമുക്കിത് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയിരിക്കുന്ന മാവും വറുത്തെടുക്കാം. ഇതാ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തൈര് മുറുക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ചൂടോടെ കഴിക്കാൻ സൂപ്പറാണ്. ചട്നി കൂട്ടിയോ അതല്ലെങ്കിൽ എന്തെങ്കിലും സോസ് ഉപയോഗിച്ചോ ഒക്കെ നമുക്കിത് കഴിക്കാം. അതല്ലെങ്കിൽ ചൂടോടെ ഇത് മാത്രമായിട്ട് കഴിക്കാനും നല്ലതാണ്. നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കുന്ന സമയത്ത് ഒരു കാര്യം മാത്രം ശ്രദ്ധിക്കണം. കാരണം നിങ്ങൾക്ക് പുളി ഇഷ്ടമില്ലാത്ത ആളാണെങ്കിൽ നിങ്ങൾ എടുക്കുന്ന തൈരിന് പുളി ഒട്ടും ഉണ്ടാവാൻ പാടില്ല. അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അതുപോലെ നിങ്ങളുടെ കയ്യിൽ മല്ലിയില ഇല്ലെങ്കിൽ വേണമെങ്കിൽ കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞ് ഇതിലേക്ക് ചേർത്തിട്ട് ഇതുണ്ടാക്കിയെടുത്താലും മതി. അപ്പോൾ ഞാൻ ഇതൊന്ന് മുറിച്ച് കാണിക്കാം.
ഇതിൻ്റെ പുറമേ നല്ല ക്രിസ്പിയാണ്, എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റാണ്. നിങ്ങളിത് തയ്യാറാക്കി നോക്കണം. അതിനുശേഷം അഭിപ്രായങ്ങൾ അറിയിക്കണം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.